നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യണമെന്നാണ്. ഇത് അറിയാവുന്ന കൂട്ടുകാർ ധാരാളം ഉണ്ടാവും, എന്നാൽ കൂടി അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കിതിന് ഉപയോഗിക്കേണ്ടത് ഫ്രീ ആയി ലഭിക്കുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മുടെ സോഫ്റ്റ്വെയർസ് 1 എന്ന സൈറ്റിൽ നിന്ന് കിട്ടും. ഇതിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് യൂണിക്കോഡ് ML. ഇതാണ് സെലക്ട് ചെയ്യുക, നേരെ ഡൗൺലോഡ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൻ്റെ ഇൻപുട്ട് പലരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വെച്ച് ടൈപ്പ് ചെയ്യുന്ന മലയാളമോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇതിൽ ടൈപ്പ് ചെയ്യുന്ന മലയാളം വരെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൺവെർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ആകെ നിസ്സാര സൈസുള്ളൂ, പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇത് ഓപ്പൺ ചെയ്യുക. ഈ ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുക. മലയാളം എന്നൊരു ഫോൾഡറിലേക്ക് തന്നെ നമ്മൾ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഫയലുകൾ കാണും. ഇതിൽ ഫസ്റ്റ് ഒരു ഫോണ്ട് ഉണ്ട്, MLTT രേവതി എന്നാണ്. ഫോണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിൽ ഓൾറെഡി ഇൻസ്റ്റാൾ എന്ന് കാണിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആവും. ഇതുപോലെ ധാരാളം ഫോണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ പ്രത്യേകതയാണ്, ഇത് MLTT ഫോണ്ടുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. MLTT ഫോണ്ടുകൾക്ക് ഇതുപോലെ ഡിസൈനൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ ഉണ്ടാവും. നെറ്റിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടുന്ന സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അടുത്തത് ഇത്രയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട ഫയലിൽ നിന്നും ഇത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിംഗ് എന്നൊരു പരിപാടി ഇല്ല. ജസ്റ്റ് നമ്മൾ യൂണിക്കോഡ് ടു ML എന്നുള്ള ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കാരണം ഇത് Windows 7 അല്ലെങ്കിൽ Windows 8 യൂസ് ചെയ്യുന്നവർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ജസ്റ്റ് കൊടുക്കുക. നമുക്ക് 2 ബോക്സ് കാണും. ഇവിടെ നമ്മൾ നെറ്റിൽ നിന്നും, അതായത് ജിമെയിലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടി ടൈപ്പ് ചെയ്യുന്ന ഒരു മലയാളം ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യണം. നമുക്ക് ഓൺലൈൻ കീബോർഡുകളുണ്ട്. നമ്മുടെ മലയാളം font.in എന്നുള്ള സൈറ്റിൽ മലയാളം കീബോർഡ് ഉണ്ട്. നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം എന്ത് വേണമെങ്കിലും. നമ്മളത് പ്രത്യേകം കീബോർഡൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് കൺവെർട്ടായിട്ട് വരും. വേണ്ടത് കോപ്പി ചെയ്യുക. പേസ്റ്റ് ചെയ്യേണ്ടത് കോപ്പി ചെയ്തത്. അതിനുശേഷം കൺവെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലതുവശത്തേക്ക് നമ്മൾ കൊടുത്ത അതേ ടെക്സ്റ്റ് തന്നെ കൺവെർട്ടായി തന്നെയാണ്, മാറ്റങ്ങളൊന്നും കാണില്ല. നമ്മളിത് അവിടെ നിന്ന് കോപ്പി കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുക, ഫയലിൽ ന്യൂ കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ടെക്സ്റ്റ് ഏരിയ ഡ്രാഗ് ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നില്ലായിരിക്കാം, മലയാളം അല്ല വന്നേക്കുന്നതെങ്കിൽ, കാരണം ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ MLTT രേവതി എന്ന ഫോണ്ടിലേക്ക് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ MLTT സപ്പോർട്ട് ചെയ്യുന്ന, അതായത് MLTT എന്നുള്ള എക്സ്റ്റൻഷൻ തുടങ്ങുന്ന എല്ലാ ഫോണ്ടുകളും ഇതിൽ മലയാളം നമുക്ക് വായിക്കാൻ പറ്റും. ഈ ടൂളിൻ്റെ പകരം നമുക്ക് പലതരം MLTT ഫോണ്ടുകൾ നെറ്റിൽ കിട്ടും. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ പല സൈസിലുള്ള ഡിസൈനുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു.